ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മമ്മൂട്ടി എന്നൊരു ആക്ടർ ഇത്ര വയസ്സായാലും പിന്നെയും ഗ്രോ ചെയ്യാൻ റെഡിയാന്ന് കാണിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ടിപ്പിക്കൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മൂവിയാണ്. നല്ല സ്റ്റാറ്റിക് ഷോട്ട്സ് ആണെങ്കിലും നമുക്ക് ആ മൂവിയിൽ എന്റർടൈൻ ആയിരിക്കും. നല്ല സ്റ്റോറി ലൈനാണ്. മൊത്തത്തിലൊരു എൻജോയബിൾ എക്സ്പീരിയൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണോ എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് നല്ല രീതിയിൽ എല്ലാ തരം ഫിലിമും എൻജോയ് ചെയ്യുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയ സിനിമയാണ്. അടിപൊളി പടം കേട്ടോ. നൈസ് മേക്കിംഗ്, പറഞ്ഞ പോലെ തന്നെ. ഡിഫറെന്റ് ആണ്. മുമ്പത്തെ പോലത്തെ അല്ല, വേറെ ഒരു ടൈപ്പ് മൂവിയാണ്. പക്ഷെ അതേ മേക്കിംഗ് ക്വാളിറ്റി അത് തന്നെ ഉണ്ടാക്കി വെച്ചു. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഓവറോള് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷെ കുറച്ച് കൺഫ്യൂസിങ് ആണ് പടം. എല്ലാവർക്കും അങ്ങനെ മനസ്സിലാവണമെന്നില്ല. അത് പുള്ളിയുടെ എല്ലാ പടത്തിലും ഉള്ള പോലത്തെ ഒരു അതെ ചുരുളിയിൽ എങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്, ജല്ലിക്കെട്ടിൽ നിർത്തിയത് എങ്ങനെയോ അതുപോലെ ഇതിലും ഒരു മൊത്തത്തിൽ ടോട്ടൽ കൺഫ്യൂഷൻ പോലെ പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ. സിനിമ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ആണ്. രണ്ട് പകൽ മയക്കങ്ങൾക്കിടയിലെ കഥയാണ്. സിനിമ ത്രൂ ഔട്ട് പോയിരിക്കുന്നത് ഒരു സ്റ്റഡി ക്യാമ്പിലാണ്, സ്റ്റഡി ഷോട്ട്സിലാണ്, സിംഗിൾ ക്യാമ്പിലാണ് ത്രൂ ഔട്ട് പടം പോയിരിക്കുന്നത്. ഒരു സ്ലോ പേസിലാണ്, ഡാർക്ക് ഹ്യൂമറിലാണ് പടം പോയിരിക്കുന്നത്. ഓപ്പൺ എൻഡിലാണ് സിനിമ അവസാനിക്കുന്നത്. പ്രേക്ഷകർ വിട്ടുകൊടുക്കുകയാണ്. നമുക്ക് രണ്ട് പക്ഷെ പറഞ്ഞ സ്പോയിൽ ആവും, നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് മൂവീസ് എൻ്റെ ഡിഫറെന്റ് അപ്രോച്ചാണ് ലിജോയുടെ മുൻ സിനിമകളെ അപേക്ഷിച്ച്. അത് അസ്യൂഷ്വൽ പുള്ളി ഗംഭീരമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു റോഷാക്കില് ജഗദീഷേട്ടൻ തിരിച്ചു വന്നെങ്കിൽ ഇതിൽ അശോകൻ പുള്ളി തിരിച്ചു വന്നു പറയാം. അല്ല, ഇതില് ഫ്രെയിംസ് ഒക്കെ നമുക്ക് പോണ്ടിച്ചേരി ആ ഭാഗത്ത് നമുക്ക് അറിയില്ല. ഭയങ്കര രസമായിരുന്നു ഫ്രെയിംസ് ഒക്കെ. പിന്നെ ഈ പടത്തിന്റെ ഒരു സിനിമയുടെ മുൻ ലിജോയുടെ പടങ്ങളുടെ മൂടെയല്ല, എൻ്റയർലി ആ ഒരു എൻ്റയർലി ഡിഫറെന്റ് മൂഡിലാണ് പടം പോയിരിക്കുന്നത്. പിന്നെ എന്താ പറയാ, മമ്മൂക്കയുടെ ട്രാൻസ്ഫോർമേഷൻ അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ഓക്കെയാണ്, ശരിക്കും അറിയില്ല. എല്ലാ നോർമൽ ഓഡിയൻസിന്റെ കാര്യം എനിക്കറിയില്ല. അപ്രോച്ച് ഡിഫറെന്റ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ നല്ല പടമായിരുന്നു. മമ്മൂട്ടിയുടെ നല്ലൊരു ആക്ടിങ് ഒക്കെ കിട്ടില്ല. തിയേറ്ററിൽ കണ്ടിരിക്കണമെന്ന് പറയുന്നില്ല. ബട്ട് ഈ സൗണ്ട് എഫക്ട്സ് ഒക്കെ ഒരു ഡിഫറെന്റ് സൗണ്ട് എഫക്ട്സ് ആണ്. പല സ്കോർസും പല ലെവൽസും ആയിട്ടുള്ള സൗണ്ട് എഫക്ട്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നന്നായിട്ട് നന്നായിരുന്നു. കുഴപ്പമില്ല. സ്റ്റാഫൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കുഴപ്പമില്ല, കറക്റ്റ് നമുക്ക് കണ്ടിരിക്കാം. മമ്മൂട്ടിയുടെ പ്രകടനമൊക്കെ അടിപൊളിയായിരുന്നു. ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒരു കൾച്ചർ, ആ ഒരു തമിഴിൻ്റെ ആ ഒരു കൾച്ചർ, കുറച്ച് ഹ്യൂമറൊക്കെയാണ്. മറ്റേതിൽ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സൗണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ പല പഴയ സിനിമകളൊക്കെ അങ്ങനെയൊക്കെ വരുന്നത്. എന്തായാലും നന്നാണ്, അടിപൊളിയായിരുന്നു. ആ കൊള്ളായിരുന്നു, എല്ലാവരും കൊള്ളായിരുന്നു. മസ്റ്റ് വാച്ച്. ഫാമിലിക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഴപ്പമില്ല, നല്ല പടം. ബോറായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവൂല. ഇതിനകത്ത് നീ എന്തെങ്കിലും കൊണ്ടാന്ന് കണ്ടറിയാം. അതായത് ഈ പടത്തിനകത്ത് നീ ലിജോ പെല്ലിശ്ശേരി എന്താണ് ഉദ്ദേശിച്ചതെന്ന് നീ അനലൈസുകളൊക്കെ യൂട്യൂബിനകത്ത് ഞാൻ പറയത്തുള്ളൂ. ഒരു പിടുത്തവും കിട്ടിയില്ല. സാധാരണ നോർമലി നമ്മളൊക്കെ എങ്ങനെയാണോ പടം ചെയ്യുന്നത് അത് കണക്ക് തന്നെ, അല്ല ഡിഫറെന്റ് ആയിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഒരു പിടുത്തവും കിട്ടിയില്ല. നമ്മുടെ പെർഫോമൻസ് മമ്മൂക്കയായിട്ടല്ല, ഒരു വ്യക്തിയായിട്ടാണ്. നല്ല സിനിമ, കാണേണ്ട സിനിമ. എങ്ങനെയാണ് ഏതാണ് ലിജോ ജോസ്? അതെ, ഒരു ഒരു യാത്ര പോകുന്നത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ മാറുന്നതാണ്. ട്രാൻസ്ഫോർമേഷൻ നല്ല രസമാണ്. മമ്മൂക്കായിട്ടല്ല, നമ്മൾ ഒരു യാത്ര വേറെ സ്ഥലത്ത് നമ്മളൊരു യാത്ര പോകുന്ന ഒരു ഫീലാണ്. നല്ല രസമാണ്, നല്ല കാണേണ്ട സിനിമയാണ്. ചേട്ടാ, ഒരു പഴയ ഒരു ലൗഡ് സ്പീക്കർ പ്രതീക്ഷിച്ചെങ്കിലാണ് ഞാൻ വന്നത്. LJP എന്നുള്ളത് വേറെ, മമ്മൂക്കയുടെ ഒരു അഭിനയം അറിയാലോ. മമ്മൂക്കയുടെ ഒരു അവാർഡ് പടമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പടമാണ്. പക്ഷെ ഇത് വന്നിട്ട് എനിക്ക് ഒരു 90 കാലഘട്ടങ്ങളിലെ ദൂരദർശനിലെ ടെലിഫിലിം ആ ഒരു വലിയൊരു സിനിമ ടെലിഫിലിം ക്യാൻവാസിൽ ചെയ്തേക്കുന്ന പോലെയാണ് തോന്നിയത്. കാരണം ഒരു ആളിനെ പിടിച്ചിരുത്തുന്ന ഒന്നുമില്ല. മമ്മൂക്കയുടെ അഭിനയം വന്നിട്ട് നമ്മുടെ ഈ കോളേജ് കലോത്സവത്തിൽ കാണുന്ന മോണോ ആക്ട് പോലെ
നമുക്ക് ആ കഥാപാത്രത്തിനോടൊത്ത് പോകാൻ പറ്റുന്നില്ല സിനിമയിൽ. മമ്മൂക്ക നല്ല അഭിനയമാണ് കാഴ്ചവെച്ചേക്കുന്നത്. പക്ഷെ നമുക്ക് ആ കഥാപാത്രത്തിൻ്റെ കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ട് ആ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് നമുക്ക് കിട്ടുന്നില്ല.